വട്ടിയൂർക്കാവിൽ മാത്രമല്ല ബി.ജെ.പിയുടെ താമര വിരിയുക. തിരുവനന്തപുരത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലുടനീളം ഇതുപോലെയുള്ള താമര ഇപ്രാവശ്യം വിരിയും. ഇവിടെ ഇപ്പോൾ ഒരു നല്ല തുടക്കം, ഇത് നല്ല ആർജവത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെയും അതുപോലെ തന്നെ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും, വിജയിക്കും. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന തീരുമാനം തിരുത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ മുൻ DGPയും അതുകൂടാതെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറുമായ ആർ ശ്രീലേഖ. ഇക്കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന നേതൃത്വം BJPയുടെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖയെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും മുൻ തീരുമാനം ആർ ശ്രീലേഖ മാറ്റിയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു വട്ടിയൂർക്കാവിൽ തൻ്റെ BJP സ്ഥാനാർത്ഥിത്വം. എന്തായാലും ഇന്ന് രാവിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിലവിലിപ്പോൾ ചുവരെഴുത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ആർ ശ്രീലേഖ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു. അതുകൂടാതെ തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് എന്നിവരെല്ലാം തന്നെ ഈ ഒരു പരിപാടിയിൽ നിലവിലിപ്പോൾ പങ്കെടുത്തിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ വട്ടിയൂർക്കാവ് NDA സ്ഥാനാർത്ഥി ആരാണ് എന്ന് നിലവിൽ എഴുതിയിട്ടില്ല എങ്കിലും ഇവിടെ ഇപ്പോൾ ആർ ശ്രീലേഖയാണ് ഈ ഒരു പരിപാടിയുടെ മുൻനിരയിൽ നിന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞിരുന്നു. വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നായിരുന്നു ശ്രീലേഖയുടെ നിലപാട്. എന്നാൽ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളും പിന്തുണയ്ക്കുന്നവരുടെ അഭ്യർത്ഥനയും പരിഗണിച്ച് BJP നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ഇക്കഴിഞ്ഞ മാസം ശ്രീലേഖ അവരുടെ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കിയിരുന്നു. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 5 വർഷം മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല എന്നായിരുന്നു ശ്രീലേഖയുടെ മുൻ നിലപാട്. ആ നിലപാടാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ BJPയുടെ NDAയുടെ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല ദിവസം, നല്ല തുടക്കം. അയ്യപ്പന്റെ ശിവന്റെ ഒക്കെ ദിവസമാണ് ശനിയാഴ്ച. നല്ല കാലാവസ്ഥ. വട്ടിയൂർക്കാവിൽ മാത്രമല്ല BJPയുടെ താമര വിരിയുക. തിരുവനന്തപുരത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലുടനീളം ഇതുപോലെയുള്ള താമര ഇപ്രാവശ്യം വിരിയും. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ NDAയോടൊപ്പം BJPയോടൊപ്പം അണിചേർന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വളരെ അഭിമാനകരമായിട്ടുള്ള ദിവസമാണ്, നിമിഷമാണ്. ഇവിടെ ഇപ്പോൾ ഒരു നല്ല തുടക്കം, ഇത് നല്ല ആർജവത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മുമ്പ് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾ ഇപ്പോൾ കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലറാണ്. ഞാൻ 5 വർഷവും കൗൺസിലറെ തന്നെ ഇവിടെ തുടരുമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത് മാധ്യമങ്ങളോട്. ആ തീരുമാനത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടോ? നോക്കാം. പാർട്ടി പറയുന്നത് പോലെ എൻ്റെ അടുത്ത് പാർട്ടി നേതൃത്വം എന്നോട് എന്താണ് പറയുന്നത് അനുസരിച്ച് ചെയ്യും. ഞാൻ അവിടെ ശാസ്ത്രമംഗലത്ത് വാർഡ് കൗൺസിലർ ആയതും പാർട്ടി പറഞ്ഞ പ്രകാരം ഇലക്ഷനിൽ നിന്നിട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും, വിജയിക്കും, ഞാൻ MLA ആകും. അപ്പോൾ പിന്നെ വേറെ കൗൺസിലർ വരണമല്ലോ. പാർട്ടി പറയുന്നത് പോലെ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ, കാത്തിരിക്കും. എന്തായാലും ശ്രീലേഖയുടെ പിണക്കം മാറ്റാനുള്ള നിരന്തര ശ്രമം BJP സംസ്ഥാന നേതൃത്വം നടത്തി വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്നത്. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിന് പിന്നാലെയായിരുന്നു ശ്രീലേഖ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നത്. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാനില്ല എന്ന നിലപാട് കൂടി ശ്രീലേഖ വ്യക്തമാക്കിയിരുന്നു. തന്നെ ശാസ്തമംഗലം വാർഡിൽ 5 വർഷത്തേക്കാണ് കൗൺസിലറായി തെരഞ്ഞെടുത്തത്. ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുകയാണ് തൻ്റെ ഉത്തരവാദിത്തം. അതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു ശ്രീലേഖ മുൻപ് വ്യക്തമാക്കിയത്.
എന്നാൽ ഇപ്പോൾ ശ്രീലേഖ ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് ഈ ഒരു നിയോഗത്തിൽ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്ര നേതൃത്വം എടുത്ത ആ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു, ഏറെ സന്തോഷമുണ്ട് എന്നാണ് നിലവിലിപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ ഈ ഒരു മണ്ഡലം കണ്ണുവെച്ചതായിരുന്നു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു, ഈ ഒരു മണ്ഡലം നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.